ആനവാലിലെ ഒരു രോമം കിട്ടിയാൽ ആനമാഹാത്മ്യം പറയുന്ന ചില ആൾക്കാരുണ്ട്. നമുക്കറിയാം, ആനവാൽ മോതിരം ഉണ്ടാക്കുന്നു. ആനയുടെ അടിയിൽ കൂടി കുട്ടികളെ അപ്പുറത്തെടുത്താൽ കുട്ടികൾക്ക് ഭീതി ഇല്ലാണ്ടാവും. അപ്പം ഇങ്ങനെ ഒരു ആചാരം നമ്മുടെ നാട്ടിൽ പണ്ടുകാലം മുതലുണ്ട്. ആനയുടെ അടിയിൽ കൂടി ഒരു കുട്ടിയെ കടത്തി അപ്പുറത്തെടുത്തിട്ട് ശരി ഒരു ആനവാല് കിട്ടുമോ? അപ്പം പാപ്പാന് ഭയങ്കര വെയിറ്റാണ്. ആനവാൽ മോതിരവും ആനവാലും തരാൻ പറ്റില്ല. മോതിരം ഉണ്ടാക്കാനാണെന്ന് ചോദിച്ചാലും തരാൻ പറ്റില്ല. എന്നിട്ട് ഈ ആനവാല് കെട്ടിക്കഴിഞ്ഞാൽ ആനയുടെ മുഴുവൻ മഹാത്മ്യം അവർ പറയും. അതുപോലെയാണ് നമ്മുടെ ചില മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങൾ അച്ചടി മാധ്യമം, ടെലിവിഷൻ മാധ്യമം, ന്യൂസ് ചാനൽ, അതുപോലെ ഓൺലൈൻ മാധ്യമം, ചില യൂട്യൂബർമാർ വന്നിരുന്ന് പറയുമ്പോൾ ഈ കാര്യമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ആനവാലിലൊരു രോമം കിട്ടിയാൽ മഹാത്മ്യം പറയുന്നവരോട് ഞങ്ങൾ പറയുകയാണ്. ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒന്നിലധികം വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. വിഴിഞ്ഞ ഇപ്പോൾ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അദാനി പോർട്സ് ഗ്രൂപ്പ് തന്നെ ഈ കഴിഞ്ഞ നമ്മുടെ വിഴിഞ്ഞം കോൺക്ലേവിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. ചർച്ച വരുന്നത് നല്ലതാണ്. സൗത്ത് ഏഷ്യയിലെ ഏറ്റവും തിരക്കുള്ള തുറമുഖമായിട്ട് വിഴിഞ്ഞം പോർട്ട് ഓഫ് ട്രിവാൻഡ്രം മാറുകയാണ് എന്ന് ഇതിനകം തന്നെ വിശദമായ പഠനങ്ങൾ ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്നു കഴിഞ്ഞു. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടെ, എക്കണോമിക് ടൈംസിലും ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞു. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇപ്പോഴും അത് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ദഹിക്കാത്തതിൻ്റെ കാര്യം ഒന്നേ ഉള്ളൂ, ഒരു ചൊറിച്ചിൽ. LDF ഗവൺമെൻറ് കാലത്ത് ഇതൊക്കെ നടക്കുന്നില്ല, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഇതൊക്കെ നടക്കുന്നില്ല. അപ്പോൾ ഒരു ചൊറിച്ചിൽ പ്രശ്നമാണിത്. ഇനി നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളത്തിലെ മാധ്യമങ്ങൾ ഏത് യൂട്യൂബർമാർ ഉൾപ്പെടെ ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആരൊക്കെ നോക്കിയാലും, പ്രിന്റും വിഷ്വൽ മീഡിയ ഉൾപ്പെടെ നോക്കിയാലും വിഴിഞ്ഞത്തെ തടയാൻ നിങ്ങൾക്കൊന്നും ആവില്ല. നിങ്ങൾ വിഡ്ഢികളുടെ ലോകത്ത് ജീവിക്കുന്നവരാണ് ഇവിടുത്തെ മാപ്രകൾ, അവരെ നിയന്ത്രിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളും, പിന്നെ ചില ഓൺലൈൻ യൂട്യൂബ് ചാനലുകളും ഈ പറയുന്ന താല്പര്യങ്ങൾ വെച്ച് പുലർത്തുന്നവർ. അപ്പം വിഴിഞ്ഞം കുതിച്ചുകൊണ്ടിരിക്കും. പിന്നെ വിഴിഞ്ഞത്തെ പറ്റി ഞങ്ങളുടെ കാഴ്ചപ്പാട് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റ് റൈറ്റ് വോയിസിന്റെ കാഴ്ചപ്പാട്, വിഴിഞ്ഞം പോർട്ട് ഓഫ് ട്രിവാൻഡ്രത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെ, ഇന്ത്യയുടെ, സൗത്ത് ഏഷ്യയുടെ, ദക്ഷിണേഷ്യയുടെ ഗ്രോത്ത് എഞ്ചിനാണ്. ദക്ഷിണേഷ്യയിലെ ഏറ്റവും തിരക്കുള്ള തുറമുഖമായിട്ട് വിഴിഞ്ഞം വൈകാതെ മാറും എന്നാണ് ആര് പറയുന്നത്? അദാനി പോർട്സ് പറയുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നടത്തിപ്പുകാരെ അദാനി പോർട്സ് പറയുന്നത്, MSCയുടെ മേധാവി പറയുന്നത്, മെസ്കിന്റെ മേധാവി പറയുന്നത്, സൗത്ത് ഏഷ്യയിലെ ഏറ്റവും തിരക്കുള്ള തുറമുഖമായിട്ട് വിഴിഞ്ഞം മാറുന്നത്. അപ്പം ഞങ്ങളുടെ അന്നത്തെ ഇന്നത്തെ നിലപാടിൽ ഒരു വ്യത്യാസമില്ല. അധികം വൈകാതെ ലോകത്തെ ബുസാൻ പോർട്ടിനോടും, ഷാങ്ഹായ് പോർട്ടിനോടും, ലോസ് ഏഞ്ചൽസ് പോർട്ടിനോടും, ന്യൂയോർക്ക് പോർട്ടിനോടും, സിംഗപ്പൂർ പോർട്ടിനോടും, കൊളംബോ പോർട്ടിനോടും മത്സരിക്കുന്ന 10 തുറമുഖങ്ങളിൽ ഒന്നായിട്ട് വിഴിഞ്ഞം മാറുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഈ ട്രിവാൻഡ്രം പ്രാദേശികവാദം ഉന്നയിക്കുന്നവരോട് പറയുകയാണ്, ചില മാധ്യമങ്ങളോട്, നിങ്ങൾ കഥയറിയാതെ ആട്ടം കാണരുത്. അതാണ് ആനവാൽ കിട്ടിയാൽ മഹാത്മ്യം പറയാൻ ശ്രമിക്കരുത്. എന്താണ് കാര്യം? വിഴിഞ്ഞത്തിന്റെ 2, 3, 4 ഘട്ടങ്ങൾക്കുള്ള പാരിസ്ഥിതിക അനുമതി കേന്ദ്ര സർക്കാർ തരണം. ഇതുവരെ തന്നിട്ടില്ല എന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞതാണ്. ഇതുവരെ തന്നിട്ടില്ല. അത് തന്നെങ്കിലേ അദാനിയാണ് 2, 3, 4 ഘട്ടങ്ങളിലായിട്ട് 10,000 കോടിയോളം രൂപ മുടക്കുന്നത് അദാനി പോർട്സ് ആണ്. ഇപ്പൊ തന്നെ കേരള ഗവൺമെന്റ് ഇതുവരെ വിഴിഞ്ഞത്ത് മുടക്കിയ 8,000 കോടിയോളം രൂപയിൽ 80% മുടക്കിയിരിക്കുന്നത് കേരള സർക്കാരാണ്. കേന്ദ്രം ഒരു പൈസയും മുടക്കിയിട്ടില്ല. ഇത് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ആവർത്തിക്കുന്നില്ല. അപ്പൊ ബാക്കി 10,000 കോടി രൂപയുടെ നിക്ഷേപം കൊണ്ടുവരുന്നത് അദാനി പോർട്സ് ആണ്. അപ്പൊ അത് അവർക്ക് നടപ്പാക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക ക്ലിയറൻസ്, എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് മിനിസ്ട്രിയുടെ, അവരാണല്ലോ പാരിസ്ഥിതിക അനുമതി കൊടുക്കേണ്ടത്, അത് കിട്ടിയാലേ അടുത്ത ഘട്ടം പണി തുടങ്ങാൻ പറ്റുള്ളൂ അദാനി പോർട്സിന്, ഗ്രൂപ്പിന്, അവിടുത്തെ നടത്തിപ്പുകാർക്ക്. ഇതിനുവേണ്ടി കേരള സർക്കാർ ഒന്നും ചെയ്തില്ല എന്നാണ് ചില യൂട്യൂബർമാർ വന്നിരുന്നത് തള്ളുകയാണ്. തള്ളുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ?
തള്ളോട് തള്ളി. എവിടെ പിണറായി വിജയനെ മുഖ്യമന്ത്രി ഒന്ന് ചൊറിയാൻ നോക്കി ഇങ്ങനെ തക്കം പാത്തിരിക്കുകയാണ് കുറുക്കന്മാരെ പോലെ. ഇവരൊക്കെ കുറുക്കന്മാരല്ലേ സത്യം പറഞ്ഞാൽ. ഇനി എന്താ വസ്തുത? ഞങ്ങൾ വസ്തുതയിലേക്ക് വരാം. എന്താ പറയുന്നത്? അതിന്റെ ടെക്സ്റ്റ്, കൃത്യമായ ടെക്സ്റ്റ് ഇതാണ്. ദ എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി ബ്രാക്കറ്റിൽ EAC, the expert appraisal committee recommended the Union Ministry of Environment and Forest to grant environmental clearance for the second and third phases of the Vizhinjam International Seaport Limited (VISL) on January 16th in New Delhi. മഹാസംഭവമാണ്. ജാനുവരി 16-ന് ഡൽഹിയിൽ കൂടിയ എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി, അതിന്റെ വിദഗ്ധ ഉപദേശം നൽകുന്ന ഒരു അന്തിമ സമിതിയാണിത്. അവര് പരിസ്ഥിതിക മന്ത്രാലയത്തിന് നിർദ്ദേശം കൊടുത്തു, വിഴിഞ്ഞത്തിന്റെ 2-3 ഘട്ടങ്ങൾക്ക് പെട്ടെന്ന് അനുമതി കൊടുക്കണം. ശരിയാണ്, അനുമതി കൊടുക്കേണ്ടത് ആരാണ്? ഇത് റെക്കമെൻഡേഷനാണ്. കൊടുക്കേണ്ടത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമാണ്, മന്ത്രാലയമാണ്. ഇതൊരു മഹാസംഭവമായിട്ട് അവതരിപ്പിക്കുക. ഇങ്ങനെയൊക്കെ നടന്നിട്ടും കേരളം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ പിണറായി സർക്കാർ എന്ത് ചെയ്തു? പിണറായി സർക്കാരിനെ ഒന്ന് ചൊറിയാണ്. ഈ ചൊറിയാതെ ഇവർക്കാർക്ക് ഉറക്കം വരുന്നില്ല. അതിന്റെ മറുപടി ഞങ്ങൾ പറഞ്ഞ വസ്തുത പറയാം. ഈ വിഴിഞ്ഞം കോൺക്ലേവ് നടക്കുമ്പോൾ വിഴിഞ്ഞത്തിന്റെ വിസിലിന്റെ MD ദിവ്യ S. അയ്യർ IAS, അവർ പല ചാനലുകളിലും ഓൺലൈൻ മീഡിയയിലും വന്നിരുന്ന് മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവരുടെ ഇന്റർവ്യൂ പല ഓൺലൈനിലും യൂട്യൂബിലും അതുപോലെ മറ്റു മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. നോക്കിയാൽ മതി, യൂട്യൂബിൽ നോക്കിയാലും കാണാൻ പറ്റും. അവർ പറഞ്ഞത് അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള പണികൾ തുടങ്ങുന്നതിന് കേന്ദ്രത്തിന്റെ പാരിസ്ഥിതിക അനുമതി ഉൾപ്പെടെ നമുക്ക് ആവശ്യമാണ്. അത്തരം കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ടെല്ലാം നീക്കിയിട്ടുണ്ട്. കേരള സർക്കാരിന് വേണ്ടി വിസിലെല്ലാം ചെയ്തിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അന്തിമ തീരുമാനം വരേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ്. അത് വരാതെ നമ്മൾക്ക് പെട്ടെന്ന് അനുമതി കിട്ടി എന്ന് പറയാൻ പറ്റുമോ? ഇതാണ് ദിവ്യ S. അയ്യർ ആ ഇന്റർവ്യൂകളിൽ സ്വീകരിച്ച നിലപാട്. അതൊന്നും ഈ പറയുന്ന യൂട്യൂബർമാരൊന്നും കണ്ടില്ല. ഇതൊന്നും ഡൽഹിയിൽ ജാനുവരി 16 കൂടിയ മീറ്റിങ്ങിനെ പറ്റി വാചാലരാകുന്നവര് കേരള സർക്കാരും വിസിലും അതിന്റെ MD ദിവ്യ S. അയ്യരും ചെയ്ത ഫോളോ അപ്പ് വർക്കിനെ പറ്റി ഒന്നും അറിയുന്നില്ല, കാണുന്നില്ല. കാണാഞ്ഞിട്ടല്ല, കണ്ടിട്ടും മിണ്ടാണ്ടിരിക്കുകയാണ്. ഈ ആനപുരാണം പോലെ. അപ്പൊ ഇവൻ IAS ഓഫീസറായ ദിവ്യ S. അയ്യർ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അപ്പൊ കേരള സർക്കാർ കൃത്യമായിട്ട് പോർട്ട് ഓഫ് ട്രിവാൻഡ്രത്തിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അടുത്ത ഘട്ടം പണികളുടെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. അതൊന്ന് വരുത്തണം, ഒന്ന് ചൊറിയണം. ഒന്ന് ചൊറിഞ്ഞില്ല ഒരു സുഖം, ഉറക്കം വരത്തില്ല ഒന്ന് ചൊറിഞ്ഞില്ലെങ്കിൽ. ചില യൂട്യൂബർമാർക്ക് ഈ മറ്റേ കൃമികടിയുടെ ശല്യമുണ്ട്. അതിന് വേറെ മരുന്ന് അന്വേഷിക്കണം. ദിവ്യ S. അയ്യരെ കുറിച്ച് കുറെ ഇങ്ങനെയുള്ളവർ ചെയ്തിട്ടുണ്ട് ഇതിനകം. ഈ വിസിൽ MD ആയിട്ട് ദിവ്യ S. അയ്യർ എന്ത് ചെയ്യുന്നു? അന്ന് ഞങ്ങളൊരു വീഡിയോ ചെയ്തു. ദിവ്യ S. അയ്യർ കൃത്യമായിട്ട് കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു IAS ഉദ്യോഗസ്ഥയാണെന്ന് അന്ന് ഞങ്ങൾ വീഡിയോ ചെയ്തതാണ്. ഇപ്പോഴതിന്റെ ബാക്കി ഞങ്ങൾ പറയാണ്. ഇത്രയും കാര്യങ്ങൾ കേരളം മൂവ് ചെയ്ത് കഴിഞ്ഞു. കേരളത്തിന് ഇനി ഒന്നും ചെയ്യാനില്ല. അപ്പൊ കേന്ദ്രത്തോട് ഈ പറയുന്നവര് കേന്ദ്രത്തോട് ഇത് വേഗം അനുമതി തരാൻ. ഇതാണോ മാധ്യമ പ്രവർത്തനം? ചൊറിച്ചിലല്ല മാധ്യമപ്രവർത്തനം. മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക, വന്നിരുന്ന് ചൊറിയരുത്. പിണറായി സർക്കാരിനോട് വിരോധമുണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് വികസനത്തിന്റെ പേരിലല്ല. നിങ്ങൾക്ക് എന്താണ് ഇത്ര വിരോധം? പിണറായി സർക്കാർ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്തില്ലേ? അല്ല, എന്നാലും ഉമ്മൻചാണ്ടിയാണ് പിതാവ്. ആയിക്കോ, ഉമ്മൻചാണ്ടിയെ പിതാവായിട്ട് ആഘോഷിച്ചു, തന്തയായിട്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്തയുടെ കാര്യം പറഞ്ഞു. തന്ത പെരിയോർ തമിഴ്നാട്ടിൽ, ആ പ്രയോഗത്തിൽ നിന്നാണ് ഞങ്ങൾ തന്ത എന്ന് തന്നെ പറഞ്ഞത്. വിഴിഞ്ഞത്തിന്റെ തന്തയാര്? നിങ്ങളെ വിഴിഞ്ഞത്തിന്റെ തന്തയായിട്ട് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങള് ഉമ്മൻചാണ്ടി ആഘോഷിച്ചു, നരേന്ദ്രമോദിയെ ആഘോഷിച്ചു, ഇന്ത്യൻ പ്രധാനമന്ത്രി ആഘോഷിച്ചു. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല.
പക്ഷെ ജനങ്ങൾക്കറിയാം വിഴിഞ്ഞത്തിന്റെ തന്ത ആരാണെന്ന്. തന്തൈ പെരിയോർ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് തന്തൈ പെരിയോർ ഈ രാമസ്വാമി നായ്ക്കർക്ക് എന്തുകൊണ്ടാണ് തന്തൈ പെരിയോർ എന്നുള്ള വിളിപ്പേര് വന്നതെന്നുള്ളത് ചരിത്രം പഠിക്കണം. ഈ ചരിത്രം വളച്ചൊടിക്കരുത്, ചരിത്രം പഠിക്കണം, ചരിത്ര ബോധം ഉണ്ടാവണം. വിദഗ്ധർ പറഞ്ഞത് കേൾക്കാൻ വേദിയിൽ മുഖ്യമന്ത്രി ഇല്ലായിരുന്നല്ലോ. അടുത്ത വിമർശനമാണ്. ആരെ? വിഴിഞ്ഞം കോൺക്ലേവിലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി വന്നില്ലല്ലോ. ഇത് കേൾക്കാൻ ആ മുഖ്യമന്ത്രി ഇല്ലാതെ വിഴിഞ്ഞത്തിന്റെ കാര്യം എന്താണ് സർക്കാർ ചെയ്യാൻ പോകുന്നത്? മുഖ്യമന്ത്രി തിരുവനന്തപുരത്തില്ലായിരുന്നു. വരാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുടെ പേരിൽ പിണറായി വിജയൻ ചടങ്ങിൽ പങ്കെടുത്തില്ല മുഖ്യമന്ത്രി. പക്ഷെ അതിന് വിമർശനമാണ്. എന്താണ്? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഒരു മുഖ്യമന്ത്രിയോ ഒരു മന്ത്രിയോ അല്ല, തുറമുഖ മന്ത്രിയെ വിവരദോഷി എന്നാണ് വിളിക്കുന്നത്. ആരെ? VN വാസവനെ. അയക്കെന്താ അറിയാം? ഇത്ര പരമ പുച്ഛത്തോടൊക്കെ സംസാരിക്കാൻ മാധ്യമങ്ങൾക്ക് എങ്ങനെ തോന്നല് വരുന്നു? വേറെ ആരെയും തൊടത്തില്ല. നരേന്ദ്രമോദിയെ തൊടത്തില്ല, UDF നേതാക്കളെ VD സതീഷിനെ തൊടത്തില്ല. തലോടും, സുഖിപ്പിക്കും. എന്താണ് കാര്യം? ഒരു മുഖ്യമന്ത്രിക്കോ ഒരു മന്ത്രിക്കോ ഒരു ഓഫീസ് സംവിധാനമുണ്ട്. ഒരു ചടങ്ങിൽ ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് പങ്കെടുത്തില്ലെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയാനും അതിൻ്റെ വീഡിയോ ഉൾപ്പെടെ നോക്കാനും കാര്യങ്ങൾ പഠിക്കാനും അല്ലെ അത് മുഖ്യമന്ത്രിയെയോ മറ്റൊരു മന്ത്രിയെ തുറമുഖ മന്ത്രിയെ ബോധ്യപ്പെടുത്താനും ഒക്കെ ഒരു ഭരണ സംവിധാനം ഇവിടെ ഉണ്ട്. ഈ രാജ്യത്ത്, ഈ നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്. കൃത്യമായ ഫീഡ്ബാക്ക് കൊടുക്കാൻ ഓഫീസ് സംവിധാനമുണ്ട്, ബ്രീഫ് ചെയ്യാൻ സംവിധാനമുണ്ട്. എന്താണ് വിഴിഞ്ഞം കോൺക്ലേവിൽ നടന്നത്? ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുക. വിഴിഞ്ഞം കോൺക്ലേവിൽ നടന്ന ഒരു ഈച്ച അനങ്ങിയാൽ പോലും അതിനെപ്പറ്റി പോലും കൃത്യമായ ബോധമുള്ള അതിനോട് പ്രതികരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു മുഖ്യമന്ത്രി ഈ കേരളം ഭരിക്കുന്നുണ്ട്. അത് നിങ്ങൾ മറന്നുപോകരുത്. ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്തിനു വേണ്ടിയാണ്? എല്ലായിടത്തും മന്ത്രി വന്നിരിക്കണമെന്ന് നിർബന്ധം എന്താണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ ചടങ്ങിലും പോയി പങ്കെടുക്കുന്നുണ്ടോ? അദ്ദേഹം പ്രഖ്യാപിച്ച ചടങ്ങിൽ പോലും അദ്ദേഹം പങ്കെടുക്കാത്ത സംഭവങ്ങളില്ലേ? ഒരു രാജ്യത്തിന്റെ അല്ലെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അല്ലെ ഒരു രാജ്യത്തലവൻ എല്ലാ ഫംഗ്ഷനിലും പോയിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ചടങ്ങിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ആ എക്സിക്യൂട്ടീവിനെ, പൊളിറ്റിക്കൽ ഹെഡിനെ ബോധ്യപ്പെടുത്താൻ, ഭരിക്കുന്ന ആ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ ബോധ്യപ്പെടുത്താനുള്ള സംവിധാനം ഈ രാജ്യത്തുണ്ട്. അതിനുള്ള സാങ്കേതിക വിദ്യ ഇവിടെയുണ്ട്. എന്നിട്ട് തള്ളുക വന്നിരുന്ന് എന്തേ മുഖ്യമന്ത്രി പങ്കെടുക്കാൻ? ശരി, മുഖ്യമന്ത്രി പങ്കെടുത്തില്ല, ബാക്കി എത്ര മന്ത്രിമാരെ അവിടെ പങ്കെടുത്തു? തുറമുഖ മന്ത്രി പങ്കെടുത്തു, ധനകാര്യമന്ത്രി പങ്കെടുത്തു, വ്യവസായ മന്ത്രി പങ്കെടുത്തു. അപ്പൊ വേറെ 2-3 മന്ത്രിമാർ പങ്കെടുത്തില്ല അതിൻ്റെ അകത്ത്. ഇവിടെ ഒന്നും നടക്കരുത്. നിങ്ങളെ ചരിത്രം ചവറ്റുകൊട്ടയിലെറിയും. ചരിത്രം പഠിച്ചിട്ട് മാധ്യമ പ്രവർത്തനം നടത്തണം, ചരിത്ര ബോധം ഉണ്ടാവണം. അതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത്. അപ്പോൾ ദിവ്യ എസ് അയ്യരെ വിസിൽ MD ചെയ്തത് എന്താണെന്ന് ഇപ്പം ബോധ്യമായില്ല നമ്മുടെ പ്രേക്ഷകർക്ക്. എന്നിട്ട് വന്നിരുന്ന് കുറേ പേര് തള്ളുന്നതൊക്കെ അങ്ങനെ പൊക്കോളൂ, അത്രയേ ഉള്ളൂ.